അഖിലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കേറ്ററ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നു. ഇനിയിപ്പോ അടുത്തൊരു ചോദ്യം, കുട്ടികളുടെ നിരന്തരമായിട്ടുള്ള ഒരു മെസ്സേജ്, അടുത്ത കേറ്ററ്റ് പരീക്ഷ എപ്പോഴാണ്? അതുപോലെ തന്നെ സർവീസിലുള്ളവർക്ക് വേറെ എക്സാം ആണോ ഉണ്ടാകുന്നത്, ഞങ്ങൾക്ക് വേറെ എക്സാം ആണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അല്ലെ. അപ്പോ നമുക്ക് അടുത്തൊരു കേറ്ററ്റ് എക്സാമിന്റെ അപ്ഡേഷൻ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ പല ആളുകൾ കേറ്ററ്റ് എഴുതി നിസാര മാർക്കിന് പോയിട്ടുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു കേട്ടിട്ട് ഉറപ്പായിട്ട് ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് പഠനം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം, മെസ്സേജ് അയച്ചുകൊണ്ട് പല കുട്ടികളും പറഞ്ഞു ഞാൻ ഇതോട് കേട്ടിട്ട് നിർത്തി. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു നിരാശ തോന്നുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ കഴിവുകൾ ഒരു കേറ്ററ്റ് പരീക്ഷ, ഒന്നോ രണ്ടോ പേര് കേറ്ററ്റ് പരീക്ഷ തോറ്റു എന്ന് കരുതിയിട്ട് നമ്മൾ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ നമുക്ക് കഴിയാത്തവരോ അല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കാം. എത്രയോ വർഷങ്ങൾ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള ആളുകളുണ്ട്. 15ഉം 16ഉം വർഷങ്ങൾക്ക് ശേഷം കേറ്ററ്റ് എക്സാം എഴുതിയിട്ട് പാസ്സായിട്ടുള്ളവർ തന്നെ നമ്മുടെ ഈ ഒരു അക്ലോറയുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രായമോ അല്ലെങ്കിൽ നമ്മുടെ ഏജോ അതല്ലെങ്കിൽ നമുക്കിത് പഠിക്കാൻ കഴിയുമോ എന്നുള്ള നെഗറ്റീവ് തോട്ട്സോ ഒന്നുമല്ല. നമ്മൾ അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾ കൊണ്ടുവരികയും, നിങ്ങൾ തന്നെ കഴിഞ്ഞൊരു എക്സാമിന് എത്രത്തോളം നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, ഏതൊരു ഏരിയയിലാണ് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് അനലൈസ് ചെയ്യുക. അപ്പൊ എനിക്ക് ഈ മെസ്സേജ് അയക്കുന്നവരോട് എനിക്ക് അവർ ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ ഒരുമിച്ച് പറയുന്നതാണ് എനിക്ക് തോന്നി. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാതെ അടുത്തത് പാസ്സാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. കാരണം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മളൊരു PSCക്ക് വേണ്ടിയുള്ള ശ്രമമാണ് അല്ലെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, പലരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ്. അപ്പോൾ ആ ഒരു ഗവൺമെന്റ് ജോലി മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്നത്. അതിനെ ചുറ്റിപ്പറ്റി വരുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും കൃത്യമായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. അപ്പൊ എനിക്ക് നിരാശപ്പെട്ടിരിക്കുന്നവരോടാണ് ഈ പറയാനുള്ളത്. അല്ലാത്ത കുട്ടികൾ രണ്ടാമത് എഴുതുന്നുണ്ട്, മൂന്നാമത് എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ ഈ നിരാശപ്പെട്ടവരെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം, അവർക്ക് കഴിയും. ഏതൊരു ഏരിയയിലാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത് അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഇനി അടുത്ത കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, നമുക്കറിയാം സർവീസിലുള്ളവർക്ക് ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്നുള്ളൊരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫെബ്രുവരിയിൽ തന്നെ ചിലപ്പോൾ എന്തുണ്ടാകാം, മറ്റു നോട്ടിഫിക്കേഷനും ഉണ്ടാകാം, അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ. അപ്പൊ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു സമയം വളരെ കുറവാണ്. 1.5 മാസം 2 മാസം അത്രയൊക്കെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എക്സാമിന് വേണ്ടി സാധാരണ നിലയിൽ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോ ഒരു വീട്ടമ്മയായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ അത് പഠിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. സിലബസ് കവർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ PYQന്റെ ഭാഗങ്ങൾ നോക്കുക, ഗോൾഡൻ ടോപ്പിക് നോക്കി പോവുക, ഇതൊക്കെ എന്താണ്, പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കേറ്ററ്റ് പരീക്ഷ ഞാൻ എന്തായാലും എഴുതും എന്ന് മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കുക. അതോടൊപ്പം ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നേരത്തെ തന്നെ തയ്യാറെടുക്കുക. ഓക്കെ. നിങ്ങളുടെ കയ്യിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ, അത് നിങ്ങൾക്ക് മതിയെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ അത് മതി. നിങ്ങൾ എവിടെയും ജോയിൻ ചെയ്യണമെന്ന് പഠിക്കണമെന്ന് ഓൺലൈനിലാക്കണം ഒന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ആ നോട്ടിലൂടെ കിട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠനം ഇപ്പൊ തന്നെ തുടങ്ങുക. റിവിഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ കുറെ ഭാഗങ്ങൾ നേരത്തെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പൊ അത് റിവിഷൻ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലിൽ സപ്പോർട്ടിംഗ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം 150 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ സൈക്കോളജിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകാം. ഇനി അതല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് വേണം, നിങ്ങൾക്കൊരു റിവിഷൻ ക്ലാസ് വേണം, നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടുകൊണ്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ട് എങ്കിൽ അക്ലോറയുടെ കേട്ടിട്ട് ഓൺലൈൻ ബാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റെക്കോർഡ് ക്ലാസ്സസ് ആണ്, അതുകൊണ്ട് എവിടെ നിന്ന് നമുക്ക് കാണാം അല്ലെ, ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ. ആ റെക്കോർഡ് ക്ലാസ്സസ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ട് നോട്ട് എഴുതുക. തുടങ്ങുമ്പോൾ തന്നെ പലരും റിവിഷൻ ക്ലാസ് ഇല്ലേ, ലൈവ് ക്ലാസ് ഇല്ലേ, നമ്മൾ ആ ചിന്താഗതി മാറ്റണം അല്ലെ. എൻ്റെ ഒരു അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ.
പക്ഷേ എൻ്റെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ ആ സിലബസ് ഒരു തവണയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇതാണ് സിലബസിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ നോട്ട് എൻ്റെ കയ്യിലുള്ളത് എന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊരു സമയം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റെക്കോർഡ് ക്ലാസ്സസ് കാണുക. എക്സാം എടുക്കുമ്പോൾ ഏകദേശം നിങ്ങൾ ടോപ്പിക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾക്ക് റിവിഷൻ ആണ് വേണ്ടത് അല്ലെ. പഠിച്ച ഭാഗങ്ങൾ എത്രത്തോളം നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും അത്രത്തോളം ബെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിവിഷൻ ക്ലാസ്സസ്, അപ്പോൾ അവിടെ ലൈവ് ഡിസ്കഷൻ, അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ അടക്കം വരും. കാരണം നിങ്ങൾ പഠിച്ചത് വീണ്ടും എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ആവർത്തിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കൺഫ്യൂഷൻ ഇല്ലാത്ത ആൻസറിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ് ഒക്കെ ക്ലാസ്സുകൾ കണ്ടാൽ അറിയാം വളരെ സിമ്പിൾ മെത്തേഡിലുള്ള എല്ലാ ക്ലാസ്സുകളും വളരെ സിമ്പിൾ മെത്തേഡിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ സർവീസിൽ ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ നിങ്ങൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അവിടെ പ്രായമോ ഏജോ സംഭവങ്ങളോ ഒന്നും യാതൊരു പ്രശ്നമല്ല. അപ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷന് വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ പഠനം തുടങ്ങുക. നമ്മുടെ ബാച്ചിനെ കുറിച്ച് അറിയാൻ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കഴിഞ്ഞ റിസൾട്ടിൽ ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എക്സാം എഴുതിയ കുട്ടികൾ വരെയുണ്ട്. സാർ ഞാൻ പാസ്സാകോ എന്ന് ചോദിച്ച കുട്ടികൾ വരെയുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം. കാരണം അവരും നന്നായിട്ട് നമ്മളോടൊപ്പം തന്നെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഇത് കേട്ടിട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആകട്ടെ ക്ലാസ്സുകളാകട്ടെ നിങ്ങൾക്ക് ചാനലിലൂടെയും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും വരട്ടെ, പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാം. അപ്പോൾ പുതിയ അപ്ഡേഷൻസും ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.